അടുക്കളയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു മസാലയാണല്ലോ ഗരം മസാല. കാരണം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴാണെങ്കിലും ബീഫും മുട്ടയും കടലയും ഗ്രീൻ പീസും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഗരം മസാല ഉപയോഗിക്കാറുണ്ട്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാൻ നേരത്തെ ഇതുപോലെ കുറച്ച് ഞാൻ പൊടിച്ച് വെച്ചതാണ്. പക്ഷേ തണുപ്പും മഴയൊക്കെ കാരണം അതങ്ങ് പൂത്തുപോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 2 ആഴ്ചത്തേന് മാത്രം. കുറച്ച് ഞാൻ കഷ്ണമായിട്ട് മാറ്റിയിട്ടു. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടേ, അപ്പോൾ അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. ബാക്കി ഞാൻ പൊടിക്കാനും എടുത്തു. നമ്മളുടെ മസാല ഇവിടെ ഇത് നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താലോ. കണ്ടോ, മസാല ഇവിടെ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ തീരെ. അപ്പോൾ തണുപ്പത്ത് ഇത് പൂത്തും പോവുകയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.